ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ ലെഗ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് ഇന്ത്യനും ചൈനീസ് ഇറ്റാലിയൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ട്രൈ ചെയ്തപ്പോൾ കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാനൊരു പാനിൽ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ലെഗ് പീസാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ലെഗ് പീസ് ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ട്, അത് 2 പീസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചിക്കൻ്റെ പീസ്. 2 പീസ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സവാള വെറുതെ കഷ്ണമാക്കിയാൽ മതി. അതിന് ഇന്ന സൈസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറച്ച് കഷ്ണമാക്കി ചെറിയൊരു സവാള, അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, ഇത്രയും മാത്രം ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ കുക്കായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചിക്കൻ പീസ് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സവാളയും എല്ലാം നമുക്കിതിൽ നിന്ന് കുറച്ചിതിലേക്ക് ഒഴിക്കാം. ഇപ്പം ഞാനെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് വയ്ക്കാം. പിന്നെ ആ ബാലൻസ് നമ്മൾ വേവിച്ച ആ വെള്ളം, ചിക്കൻ സ്റ്റോക്ക്, ഇത് കളയരുത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തൊരു പാൻ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഓർക്കും ഞാൻ എല്ലാത്തിനും അങ്ങനെ തന്നെയല്ലോ പറയുന്നത്. പക്ഷെ പറയുന്നത് കറക്റ്റ് ആയതുകൊണ്ടാണ്, ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരില്ലല്ലോ. ഇപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട് ബട്ടറൊക്കെ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് പതുക്കെ ഫ്രൈ ചെയ്യാം ചിക്കൻ. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് പതുക്കെ മറിച്ചിടാം. ഇതും ഇതേപോലെ തന്നെ ഒരു 2 മിനിറ്റ്സ് നമുക്ക് ഫ്രൈ ചെയ്യാം. നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ്റെ സ്റ്റോക്കാണിത്. ഇത് ഞാനൊരു ചെറിയൊരു കപ്പിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ നമുക്ക് ഇനി ഒന്നും കൂടെ മറിച്ചിടാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും പേടിക്കണ്ട. ചിക്കൻ കുക്കായിട്ടുണ്ടാവുമോ വെന്തിട്ടുണ്ടാവുമോ എന്നൊന്നും പേടിക്കണ്ട. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മറിച്ചിട്ടു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടണം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 6-7 വെളുത്തുള്ളിയുടെ ചുളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്കൊന്ന് പതുക്കിയിട്ടാൽ ബട്ടറിൽ തന്നെ ഒന്ന് പതുക്കെ വഴറ്റി കൊടുക്കാം. തീ എപ്പോഴും ഒരു മീഡിയം ലോ ഫ്ലെയിമിലായിട്ട് വേണം നമ്മൾ വയ്ക്കാൻ. ഇപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ട് ഇതാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് കുറച്ച് പെപ്പറാണ്. നമ്മൾ എരിവിനായിട്ട് ഒട്ടും പെപ്പറൊന്നും ഇട്ടില്ല. നമുക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. ഞാൻ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്തിരിക്കണം. നിങ്ങളുടെ വൈറ്റ് ഇല്ലെങ്കിൽ നോർമൽ നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡർ ആയാലും മതി കേട്ടോ. ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്.
ഇനി ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം നമ്മൾ ഇതിലേക്ക് എരിവിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് 2 ചെറിയ തക്കാളിയാണ്. അതിൻ്റെ തൊലി കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തിട്ട് ഒന്ന് 10 മിനിറ്റ് വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇനി വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അതും ഇട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തപ്പോൾ എല്ലാം കൂടെ ഉണ്ടായിരുന്ന സവാളയൊക്കെ അല്ലേ, അതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് സോയാ സോസാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്കൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മേലെയുള്ളതൊക്കെ എല്ലായിടത്തേക്കും ആയിക്കോളും. നേരത്തെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തപ്പോൾ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പ് മതി. അതേപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, കോൺഫ്ലവർ, അത് നമുക്കിതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കുരുമുളക് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്, നമ്മുടെ നോർമൽ വിനീഗർ. പിന്നെ ഒരു ബട്ടർ പീസ് കൂടി ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് കൂടുതലും കുറവൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കന്ന് ഇതൊന്ന് അടച്ച് വെച്ച് ബോയിൽ ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ആദ്യമേ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 സൈഡും മറിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മളൊരു 10 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുത്തേക്കണത്, ഈ ലാസ്റ്റത്തെ പോർഷൻ മാത്രം. അപ്പോൾ ഇത് കണ്ടോ, ഗ്രേവിയൊക്കെ നല്ല തിക്കായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഇടേണ്ടത് കുറച്ച് നമ്മുടെ ഉണക്കമുളക് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കാം. അതുപോലെ തന്നെ മല്ലിയില. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ലെഗ് കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു രുചിക്കൂട്ടുമായി ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.